ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന വർക്ക് മാരുതി സുസുക്കിയുടെ റിഡ്സ് എന്ന വാഹനത്തിൻ്റെ AC വർക്കാണ്. കസ്റ്റമർ പറഞ്ഞത് ഇത് കൂളിംഗ് കുറവാണെന്നാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗ്യാസും കാര്യമെല്ലാം ഫില്ലാണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തത് ഇതിൻ്റെ ഫിൽറ്ററാണ്. ഫിൽറ്റർ നമ്മൾ ഊരി നോക്കുമ്പോൾ ഇത് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട്. മാത്രമല്ല ഫിൽറ്റർ അത്യാവശ്യം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചളിയും കാര്യങ്ങളും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് ഫാൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ കാറ്റ് കുറവാണ്. മാത്രമല്ല ഇത് 4 ഇടുമ്പോൾ ഒരു നല്ലൊരു ബ്ലോക്ക് ആയതിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കൂളിംഗ് ഓയിൽ കഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡ് റിമൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യമേ നമ്മൾ ഗിയറിൻ്റെ അവിടെ നിന്നുള്ള ഇത് ഊരുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കൊടുത്താൽ പോരുന്നതാണ്. പിന്നെ നമുക്ക് ഇതും അതുപോലെ ഒന്ന് ജസ്റ്റ് പുള്ള് ചെയ്ത് ഊരിയെടുക്കേണ്ടതുണ്ട്. ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഗിയർ നോബ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ലൂസാവും. അതിനുശേഷം ഗിയർ നോബ് ഊരിയിട്ട് ഈ സാധനം നമ്മൾ എടുത്തു വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഗിയർ നോബും ഗിയറിൻ്റെ കവറും ഊരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിം ഊരിയെടുക്കേണ്ടതുണ്ട്. ഇതിന് വരുന്നത് 2 സ്ക്രൂ ആണ്. താഴെ 2 സ്ക്രൂ, ഇവിടെ മുകളിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഇത് ഊരിയെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളൊരു ഫ്രെയിമാണ്. ആ ഫ്രെയിം നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാനുള്ളത് ഈ ഒരു കവറാണ്. ഇതിന് ഇവിടെ 2 സ്ക്രൂവും ഇവിടെ ഒരു സ്ക്രൂ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് കമ്പനി സെറ്റല്ലാത്തതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെറ്റും നമുക്ക് ഊരി വെക്കേണ്ടതുണ്ട്. ഇതിന് സെറ്റിന് 4 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഊരിയിട്ട് കാണിച്ചു തരാം. നമ്മൾ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടെ 2 പ്രസ്സിങ് ലോക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ സെൻറ്ററിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ അത് ഉള്ളിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ലോക്ക് റിമൂവ് ആവുന്നതാണ്. അങ്ങനെ ഇതുപോലെ തന്നെ മറ്റുള്ള സൈഡിലും 2 പ്രസ്സിങ് ലോക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കവറും സെറ്റും കാര്യങ്ങളൊക്കെ ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. ഇതിന് 4 ബോൾട്ടാണ് വരുന്നത്. 12ൻ്റെ 4 ബോൾട്ട്. അതുപോലെ ഈ സൈഡിലും വരുന്നുണ്ട്. അത് ഊരണം. പിന്നെ നമുക്ക് സ്റ്റെയറിങ് ഊരണം. സ്റ്റെയറിങ് ഈ കവർ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇത് പോരും. പിന്നെ അതിൻ്റെ നമുക്ക് ഈ സൈഡിലെ കവർ ഊരണം. സൈഡിലെ കവറും ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പോരുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റെയറിങ്ങിൻ്റെ അടിയിൽ ഇവിടെ ഒരു കവർ വരുന്നുണ്ട്. ഇത് ഊരണം. ഇവിടെയുള്ള കവറും സ്റ്റെയറിങ്ങിൻ്റെ മുകളിലുള്ള വരുന്ന കവറും ഊരിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 15ൻ്റെ നെറ്റാണ് വരുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തതിന് ശേഷം സ്റ്റെയറിങ് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം സ്റ്റെയറിങ് ഊരിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റെയറിങ്ങിൻ്റെ ബാക്കിൽ വരുന്ന ഈ കവർ ഊരണം. പിന്നെ 2 സ്ക്രൂ ഇവിടെയും ഒരു സ്ക്രൂ താഴെയാണ് വരുന്നത്. ഇനി നമുക്കിത് ഈ വൈപ്പർ കൺട്രോൾ സ്വിച്ചും ഹെഡ്ലൈറ്റ് കൺട്രോൾ സ്വിച്ചും റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഇവിടെ 2 സോക്കറ്റുകളാണ് വരുന്നത്. ഇതിൻ്റെ ഈ ലോക്ക് പ്രസ് ചെയ്താൽ സോക്കറ്റുകൾ പോരുന്നതാണ്. അതിനുശേഷം ഈ ലോക്ക് പ്രസ് ചെയ്തതിനു ശേഷം സ്വിച്ച് ചെറിലേക്ക് ഊരിപ്പോരുന്നതാണ്. ഇനി നമുക്ക് ഈ കവർ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്കൊരു എർത്ത് ബോൾട്ട് വരുന്നുണ്ട്. 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അത് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പീസ് ബോക്സിലേക്ക് വരുന്ന കപ്ലർസ് റിമൂവ് ചെയ്യണം. ബ്ലോയറിൻ്റെ കപ്ലർ റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സൈഡിൽ ബ്ലോ ബോക്സ് റിമൂവ് ചെയ്യണം. അതുപോലെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ AC-യുടെ 2 കേബിൾസ് വരുന്നുണ്ട്. അത് റിമൂവ് ചെയ്യണം. റെഗുലേറ്ററിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നറും ഔട്ടറും കൺട്രോൾ ചെയ്യുന്ന മോട്ടറിൻ്റെ ഈ സോക്കറ്റ് റിമൂവ് ചെയ്യണം. ഇവിടെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ആൻറ്റിന വരുന്നുണ്ട് ഏരിയയിലുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട് ഒരു എർത്തിൻ്റെ ബോൾട്ട്. ഇതെല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഈ 2 സൈഡിൽ 2 12ൻ്റെ ബോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെയറിങ്ങിൻ്റെ ഇവിടെ 12ൻ്റെ 4 നെറ്റുണ്ട്. ആ 4 നെറ്റും ഊരണം. ഈ 12 ബോൾട്ട് മൂരിയതിനു ശേഷം നമുക്ക് ഡാഷ്ബോർഡ് എടുത്തു വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ റിമൂവിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ്ബോർഡ് എടുത്ത് പുറത്തേക്ക് എടുത്തു വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഒരു ബോക്സ് നമുക്ക് റിമൂവ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലാണ് ഈ കൂളിംഗ് കോയിൽ വരുന്നത്.
ഇനി നമുക്ക് വരാനുള്ളത് ഈ വൈപ്പർ മോട്ടറിൻ്റെ കവേഴ്സാണ്. ഇതിൻ്റെ വൈപ്പറിൻ്റെ കവറ്, വൈപ്പർ മോട്ടറെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്ലേറ്റിൻ്റെ നെറ്റുകളെല്ലാം ഊരിയിട്ടുണ്ട്. ഈ തെങ്ങിൻ്റെ കപ്ലർ ഊരി വെച്ചിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വെച്ചിട്ട് അതിനുശേഷം നമുക്ക് AC-യുടെ പൈപ്പ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിലുള്ള ഗ്യാസ് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂളിംഗ് ഓയിലിൻ്റെ യൂണിറ്റ് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യണം. ബ്ലോവർ ഫാനിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കച്ചറകളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കൂളിംഗ് കോയിൽ വരുന്നത്. ഇത് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ലീക്കോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ അടിഞ്ഞിരുന്ന കൂളിംഗ് കോയിൽ. ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് അടവും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ലീക്കും കാര്യമൊക്കെ ചെക്ക് ചെയ്തു. നോർമലി ലീക്കും കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് നമ്മളത് റീഅസംബ്ലി ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ കൂട് ഫിറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യണം. പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ ഈ പൈപ്പിൻ്റെ ഇവിടെ 2 ഓറിങ് വരും. പൈപ്പിൻ്റെ ഓരോ തലക്കൽ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണം. എന്നിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ അടിച്ചിട്ട് ചെക്ക് ചെയ്യണം. ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പൈപ്പെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രഷർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ അടിച്ചിട്ട് നമ്മൾ ലീക്കോ കാര്യം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമ്മളിത് വേക്കം ചെയ്തുകൊണ്ടിരിക്കണം. വേക്കം ചെയ്തിട്ട് വേക്കം കേട്ടല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത വേക്കവും കാര്യങ്ങളൊന്നും പ്രശ്നം തന്നെയില്ല. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഓയിൽ കൊടുക്കുകയാണ്. ഇതാണ് ഓയിൽ കൊടുക്കുന്നത്. ഓയിൽ കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കൂളിംഗ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൂളിംഗ് ഓയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഫിൽറ്ററും കാര്യം നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയതിട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.